ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു പാർട്സ് കറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ മുട്ടക്കോഴീൻ്റെ പാർട്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉലുവ, ഇച്ചിരി പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊതുവേ നോൺ വെജ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉലുവയും പെരിഞ്ചീരകമാണ് യൂസ് ചെയ്യുക കേട്ടോ. വെജിറ്റേറിയൻസിന് മാത്രം കടുക് യൂസ് ചെയ്യുള്ളൂ. എന്നിട്ട് വലിയുള്ളിയും പച്ചമുളകും ഇച്ചിരി വേപ്പിൻ്റെ ഇലയും കൂടി കീറിയതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഈ വഴറ്റി വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാൻ കുക്കറിൽ ഈ പാർട്സിൻ്റെ മാങ്ങയും കുടലും ഇച്ചിരി ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വരെ വെച്ചാൽ മതി കേട്ടോ. മാങ്ങയ്ക്ക് ഇച്ചിരി അധികം വേവുള്ള കാരണമേ നമ്മൾ വഴറ്റിയെടുത്ത് കഴിഞ്ഞ് എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഇട്ടാലും ചിലപ്പോൾ കുക്കായിട്ട് വരില്ല. അതുകൊണ്ട് അതാദ്യം ഒന്ന് വേവിച്ചതാണ്. മുട്ടയും കരളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമല്ല. ചിലപ്പോൾ കുക്കറിൽ അതിൻ്റെ ഒപ്പം വേവിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട കലങ്ങി പോവും. അതുകൊണ്ട് മുട്ടയും കരളും കൂടി ഞാൻ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ഇതാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്ന മാങ്ങയും അതിൻ്റെ കുടലും കിഴങ്ങും എല്ലാം കൂടി ഇട്ടാൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ ഞാനാണ് ചെയ്തത്. ബാക്കിയൊക്കെ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കിടന്നു. എനിക്ക് ചുമയും ജലദോഷവും ഛർദിയൊക്കെ കൂടെ ആയിട്ട് വയ്യായിരുന്നു. ഏട്ടൻ ഉണ്ടാക്കുന്നതിലൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പരോട് ചതയ്ക്കാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇച്ചിരി കടിക്കാൻ കിട്ടിയെങ്കിലും ഫ്ലേവറൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളകും പൊടി എടുക്കണുള്ളൂ കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ചധികം മല്ലിപ്പൊടി, അതിനകത്തേക്ക് ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് ഈ മിക്സിയിലേക്ക് ചേർത്തിട്ട് അതൊന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനകത്തേക്ക് ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാർട്സും കൂടി ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളുടെ പാർട്സിലേക്ക് ആവശ്യമായിട്ടുള്ള മാറ്റി വെച്ച മുട്ടയും കരളും കൂടിയും ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. പൊതുവെ പാർട്സ് കറി വെക്കുമ്പോൾ ഞാൻ ചിക്കൻ മസാല ചേർക്കില്ല കേട്ടോ. കുറച്ചധികം മല്ലിപ്പൊടി ഇടുക ചെയ്യാം. നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. ഇത് നമ്മൾ വീട്ടിൽ കൊന്ന ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇപ്പോൾ പൂത്തേക്കാണ്. വിഷയമാകുമ്പോൾ ഒക്കെ കൊഴിഞ്ഞു പോകും. അതാണ് ഉണ്ടാവുക. സോ ഇന്നത്തെ കയ്യിൽ ഹാപ്പി ആയിട്ടിരിക്കുക.